ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രശസ്ത മലയാള എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകരുമായ അനിയൻ കല്യാട്ടുപള്ളി എന്ന് അറിയപ്പെടുന്ന ശ്രീ ടി എൻ പരമേശ്വരൻ നമ്പൂതിരി സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ സംഭൂതിയിലെ പ്രിയപ്പെട്ടവരെ, വാത്സല്യനിധികളായ കുട്ടികളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 70 വർഷം മുമ്പ് എനിക്ക് ആദ്യാക്ഷരം ഓതി തന്ന വിദ്യാലയമാണിത്. അവിടെ ഇങ്ങനെ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചപ്പോൾ ഒന്ന് വിഷമിച്ചെങ്കിലും ആ നമ്പരം ഞാൻ സന്തോഷത്തോടെ ഉൾക്കൊള്ളുകയാണ്. എൻ്റെ സ്കൂളാണ്, എപ്പോഴായാലും ഞാനിവിടെ വരും. അങ്ങനെ ഒരു അവസരം തന്നതിൽ ആദ്യമായിട്ട് ഞാനെൻ്റെ അധികൃതരോട് നന്ദി പറയുകയാണ്. 70 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ മേലാത്ത ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അന്ന് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. ഞാൻ സ്കൂളിലേക്ക് വരുമ്പം ഇതിപ്പോൾ നല്ല കുട്ടികൾ നല്ല ഉത്സാഹത്തിലൂടെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അല്പം തോന്നി. അന്ന് നമുക്ക് നല്ല ടെൻഷനുണ്ട്. കൊച്ചു കുട്ടികളിലൂടെ വരുമ്പോൾ ആകെ ടെൻഷനാണ്. അന്ന് ഞാൻ ഇന്നും വളരെ ഇതായിട്ട് ഓർമ്മിക്കുന്നത് ഇവിടുത്തെ ഒരു അംബികാകുമാരി ടീച്ചർ എന്നൊരു ടീച്ചറാണ് നമ്മളെ സ്വീകരിച്ചത്. ഒരു അമ്മയുടെ സ്നേഹവായ്പോടുകൂടി പഠനത്തിൽ കുട്ടികളെ സഹായിക്കുന്ന ആ ടീച്ചറെ ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ അന്ന് നമ്മൾ വരുന്നത് ഒരു സ്ലേറ്റ് കാണും. ആ സ്ലേറ്റിൽ ക്രോസ് ആയിട്ടൊരു കറുത്ത റബ്ബർ ബാൻഡ് ഇട്ടിരിക്കും. അതിനകത്തൊരു പുസ്തകം, പിന്നെ ചൈന പേപ്പർ കൊണ്ട് അടിപൊതിഞ്ഞ ഒരു കല്ല് പെൻസിൽ, അത് തുടയ്ക്കാനായിട്ട് പറമ്പിൽ നിന്ന് പറിക്കുന്ന ഒരു മഷി കഴിക്കും. ഇത്രയാണ് നമുക്ക് ആകെയുള്ള ഒരു സ്കൂളിലേക്കുള്ള ഉപകരണങ്ങൾ. ഇതുമായിട്ട് നടന്നു വരും. ഇവിടെ വന്ന് ഈ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഒരു പ്രത്യേക ലോകം തന്നെയാണ് അന്ന്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മാത്യു എന്ന് പറഞ്ഞ ഒരാളാണെന്ന് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. ആ മാത്യുവായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ കളിച്ച് വളർന്ന, ഇവിടുത്തെ ഒരു പൂവരസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിലൊക്കെ കളിച്ച് വളർന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു. ആ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഉപ്പുവാമുണ്ട്. എല്ലാവരും അവിടെ വന്നത് മേടിച്ച് ഈ പൂവരസിന് ചുറ്റിലിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കൊതി തോന്നി. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം തന്നു വിടാറുണ്ട്. പിറ്റേ ദിവസം മുതൽ ഓരണ വഴിക്ക് ഒരു വട്ടയില പറിച്ച് എൻ്റെ വള്ളിനിക്കറിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ആ ഉപ്പുമാവ് വാങ്ങി കഴിച്ച് അതിൻ്റെ ഒരു സ്വാദ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നത്, ഇന്ന് പ്രത്യേകിച്ചും എല്ലാവരും വ്യക്തിപരമായിട്ട് ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് വളർന്നതിന് പകരം പഠനമായാലും ആഹാരമായാലും എല്ലാം ഒരു കൂട്ടായിട്ടിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു സ്വാദ് വേറെയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഈ മാത്യു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് അന്നിവിടെ ഈ കാലത്ത് മാവുണ്ട്. ആ മാവിൽ നിന്ന് മാങ്ങ പറിക്കും. മാങ്ങ പറിച്ച് അന്ന് ചെരുവിലെ ഒരു കടയാണ് ഈ കവലയിലുള്ളത്. ആ കടയുടെ ഇറയത്ത് കല്ലുപ്പ് ചാക്കി കെട്ടി വച്ചിരിക്കും. ഇതിങ്ങനെ പൊട്ടി അതിനകത്തുനിന്ന് തള്ളി നിൽക്കുന്ന കല്ലുപ്പും ഈ മാത്യു കൊണ്ട് തരും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടുത്തെ ആ പഴയ കെട്ടിടത്തിൻ്റെ കതകിനിടയിൽ വെച്ച് ഈ മാങ്ങ പൊട്ടിച്ച് ഉപ്പും കൂട്ടി കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. അങ്ങനെ ഈ ദിവസങ്ങൾ മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര അനുഭവമുണ്ട്. അതുപോലെ ഒരു അഭിനിവേശമുണ്ട് ഈ സ്കൂളുമായിട്ട്. കാരണം അത്രയൊക്കെ നമ്മളെ ഒരു വൈകാരികമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിശ്വപൗരൻ പോലും അധ്യക്ഷനം കുറിച്ച ഈ വിദ്യാലയത്തിൽ ഈ അവസരം തന്നതിന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം അതെനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്ത് ആഹാരം കഴിക്കുകയും ഷെയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ കുട്ടികൾ വരണം. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിവിടെ മധുരം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ഇത് കഴിച്ചതെന്ന് ഓർക്കണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. എല്ലാ വർഷവും പ്രവേശനോത്സവത്തിന് ഈ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കാനായി ഒരു ചെറിയ എമൗണ്ട് ഞാൻ ഏൽപ്പിക്കാം. എൻ്റെ കാലക്ഷേത്രത്തിൻ്റെ
വാങ്ങനക്ഷേത്രം എന്ന ജൈവ വൈവിധ്യോദ്യാനത്തിൻ്റെ വകയായിട്ട് ഒരു 10,000 രൂപ ഞാൻ ടീച്ചറെ ഏൽപ്പിക്കുകയാണ്. അത് അവിടെ വേണ്ട പോലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും അതിലൊരു അവസരം ഉണ്ടാകട്ടെ. ഈ സ്കൂളിലുള്ളൊരു ചെറിയ പരാധീനത അല്ലെങ്കിൽ ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ കെ.ആർ. നാരായണൻ്റെ പേരിൽ നമ്മുടെ ഇതാകൊണ്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് കഷ്ടപ്പെടുകയാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചർ കൂടുമ്പോൾ മെയിൻ്റെനൻസ് ചാർജും കൂടും. അതിനൊരു പ്രത്യേക സംവിധാനം ഇവിടെ ഇല്ല. അത് നമ്മുടെ പഞ്ചായത്തിൽ വരും. എല്ലാവരും കൂടെ കൂടി അതിന് നമുക്ക് വേണ്ട ഈ ജനപ്രതിനിധികളായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ നമുക്കത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇങ്ങനെ കൂടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നന്ദിയോടുകൂടി ഈ എമൗണ്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. അതോടുകൂടി